ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുധാ അമ്മു ചാനലിൻ്റെ മഴ തോരും മുമ്പേ ഇന്നത്തെ കഥ നമുക്ക് കേട്ടാലോ? ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് പനിയാണ്. നമ്മുടെ അലീനയെ നോക്കാനായിട്ട് 3 സഹോദരി, ഒരു സഹോദരൻ, 2 സഹോദരിമാരും ഒക്കെ മത്സരത്തിൻ്റെ കളിയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ അലീനയ്ക്ക് ഇപ്പോൾ അസുഖമൊന്നും കുറയണ്ട, ഇതുപോലെ തന്നെ ഇങ്ങനെ കിടക്കാനായിട്ടാട്ടോ തോന്നണത്. കാരണം എല്ലാവരും നല്ല പരിചരണമാണ്. പനിയല്ലോ, അത് കാരണം എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് അലീനേനെ പരിചരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, തൻ്റെ സഹോദരങ്ങളുടെ ആ സ്നേഹവും അവർ കാണിക്കുന്ന ആ ഒരു വാത്സല്യവും ഒക്കെ കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങോട്ട് ഒട്ടും പറ്റുന്നില്ല. അലീന ആ ഒരു സന്തോഷം ഇനിയും കിട്ടാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടെ നമ്മുടെ ശരണ്യ അലീന എന്ന് വിളിക്കാറുണ്ട്, അലീനേനെ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പനിയാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴേക്കും ശരണ്യയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയാം. കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല. അതോടൊപ്പം ആ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. അതോടൊപ്പം പുതുതായിട്ട് വരുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, മറക്കരുതേ. കാരണം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ ബെല്ലമർത്താൻ ബട്ടൺ ഓൺ ചെയ്ത് ഓപ്ഷൻ കൂടെ ഓണാക്കിയാൽ മാത്രമേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ശരണ്യെ വിളിച്ച അലീനയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് അലീനയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ശരണ്യയ്ക്ക് അലീനേനെ കാണണമെന്നൊരാഗ്രഹം. ശരണ്യ വല്ലാത്ത സങ്കടമാണ്. കാരണം തൻ്റെ ജീവിതമേ മടുത്ത് മരണത്തെ മാത്രം കണ്ടുകൊണ്ടിരുന്ന തൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയ ഒരു വ്യക്തിയാണ് അലീന ചേച്ചി. അലീന എന്ന് കേട്ടാൽ മതി, ശരണ്യ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ പിന്നെ പറയാനൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ് ആണെങ്കിൽ ശരണ്യയുടെ അടുത്തൊന്ന് വന്നിരുന്ന് കഴിഞ്ഞാൽ അലീനയ്ക്ക് കഴിഞ്ഞാൽ അത് ശരണ്യയ്ക്ക് ഇതിൽ കൂടുതലൊരു ഇതില്ല. അപ്പോൾ തൻ്റെ ചേച്ചിക്ക് അത്രയും പാടില്ല എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് നമ്മുടെ ശരണ്യക്ക് കേട്ടോ. ശരണ്യ പഠിച്ച പണി 18 നോക്കിയാണ് ഒന്ന് അലീന ചേച്ചിയെ കാണാൻ പോകാമെന്ന്. പക്ഷേ ശരണ്യയുടെ അമ്മ എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒക്കെ വലിയ വലിയ ആൾക്കാരാണ് മോളെ, നമ്മളൊന്ന് അങ്ങോട്ട് പോയാൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നില്ല. പിന്നെ ആ കുട്ടിയാണെങ്കിൽ തന്നെയും, അതായത് അലീന ആ വീട്ടിലൊരു സർവൻ്റായിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവർക്കുള്ള സ്ഥാനവും വിലയും എന്താണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചെന്ന് കാണുന്നതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഈ ശരണ്യ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പിന്നെ ശാലിനി ചേച്ചി കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. അമ്മ നമുക്ക് പോകാം, അമ്മ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ശരണ്യ എടുത്ത അടവ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കൂല, ആകെ നിരാഹാരം അങ്ങോട്ട് തുടങ്ങി. കാരണം അലീന ചേച്ചിയെ കണ്ടേ പറ്റൂ. ആ ഒരു പിടുത്തം അങ്ങനെ തന്നെ പിടുത്തം പിടിക്കുകയാണ്. ഒടുവിൽ ശരണ്യയുടെ വാശി എങ്ങനെയാണെന്നുള്ളതൊക്കെ ശരണ്യ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നന്നായിട്ടറിയാം. കാരണം അവർ വാശി പിടിച്ചാൽ കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിർബന്ധം പിടിച്ചാൽ അത് കിട്ടുന്നവരെ അവൾ ആ നിർബന്ധത്തിന് വേണ്ടി നിൽക്കും. അപ്പോൾ ആഹാരം കഴിക്കേണ്ട, എത്ര ദിവസം എത്ര നേരം ഇരിക്കും. ഒടുവിൽ ശരണ്യയുടെ അമ്മ അച്ഛനെ പ്രഭാകരനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എന്നതുപോലെ ശരണ്യ അലീനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ പ്രഭാകരൻ പറഞ്ഞു, എടി എങ്ങനെയാടി നമ്മളൊക്കെ അവിടെ വീട്ടിലൊക്കെ കയറി പോയാൽ തന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, അവളെ വാശി പിടിക്കുക, ആഹാരമൊന്നും കഴിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ മോളെ ജീവിതത്തിലോട്ട് കൈ പിടിച്ചു കൊണ്ടുവന്ന കുട്ടിയല്ലേ അലീന. അപ്പോൾ അതിനൊന്നും വല്ലായ്മ വന്നെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പോയി കാണുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അഥവാ അതിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വരാം, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാഹം പറഞ്ഞു, അതിന് നിനക്ക് പോകാം, അവരെ വീടും കാര്യങ്ങളൊക്കെ അറിയോ? അതറിയില്ല. അപ്പോൾ മോള പറഞ്ഞത് നമ്മുടെ ഷാജിക്ക് അറിയാം, നമ്മുടെ ഓട്ടോക്കാരെ ഷാജിക്ക്.
അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കണ്ട് പറഞ്ഞ അവനെ നമ്മളെ കൊണ്ടുപോയിക്കൊള്ളും. അങ്ങനെ ഒടുവിൽ പ്രഭാകരൻ സമ്മതിക്കുകയാണ്. നമ്മുടെ അലീനയെ കാണാൻ പോയിട്ട് നമ്മുടെ ശരണ്യ അമ്മേനെയും കൂടെ പോകാനായിട്ട് അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കേട്ട പാടി തന്നെ സന്തോഷം, നമ്മുടെ ശരണ്യക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ശരണ്യ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി നല്ല അടിപൊളി ഒരു ചുരിദാറൊക്കെ ഇട്ട് കാരണം അലീന ചേച്ചിയെ കാണാൻ പോകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അലീനയുടെ ഒരു കാര്യം അല്ലെങ്കിൽ അലീനയെ സംബന്ധിച്ച് എന്ത് കേസ് ശരണ്യയ്ക്കും ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ റെഡിയായി ശരണ്യ അമ്മയും കൂടെ നേരെ ഷാജി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു, അതിനാവശ്യം വല്ലതും ഉണ്ടോ? ആ പെങ്കൊച്ച് അവിടെ ഒരു സെർവൻ്റായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അവൾക്കുള്ള വിലയും നിലയൊക്കെ എന്താവും എന്ന് നമുക്കറിയാലോ. ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പുലിവാലും അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ഷാജി നമ്മുടെ കൊച്ചിനെ ഒന്ന് കൈ പിടിച്ച് കയറ്റി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൾ ഇന്ന് നമ്മുടെ കൊച്ചിനെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയതല്ലേ, ഒരു കുട്ടിയല്ലേ. അപ്പോൾ അവൾക്ക് ഒരു പാടുകേട് എന്ന് പറയുമ്പോൾ കാണാതിരിക്കാൻ പിന്നെ മേലാതില്ലെങ്കിലും ഓരോ നിർബന്ധം ഇന്ന് ചെയ്യാനാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒടുവിൽ ഷാജി ചേട്ടൻ പറയുകയാണ്, എന്നാൽ ശരി പോകാം. പക്ഷേ ഒരു കാര്യം, ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവരെ അതിൻ്റെ അകത്തേക്ക് വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മറുത്തു പറയുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാനും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു പ്രാപ്തി മനസ്സോടുകൂടെ വേണം പോകാൻ എന്ന് പറയാം. അങ്ങനെ ഒടുവിൽ ഷാജി ചേട്ടൻ്റെ ഓട്ടോയിൽ നമ്മുടെ ശരണ്യയും അതുപോലെ തന്നെ ശരണ്യയുടെ അമ്മയും ഒക്കെ കയറി പോവാണ്. അങ്ങനെ വീടെത്തി അടുത്തോട്ട് എത്തുന്നതനുസരിച്ച് ശരണ്യ അമ്മയ്ക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മയുടെയും ടെൻഷൻ കൂടെ അതിനോടൊപ്പം തന്നെ ശരണ്യക്കും ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഷാജിക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ വീടെത്തി കഴിഞ്ഞു. ഇതേ സമയം നമ്മുടെ നമ്മുടെ അലീന നമ്മുടെ രോഹിത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം രോഹിത്തിൻ്റെ കാര്യം അലീനയും ബാലചന്ദ്രനും കൂടെ പറയുന്നതൊക്കെ രോഹിത്ത് കേട്ടായിരുന്നു. ആ ഒരു വിഷമത്തിൽ നമ്മുടെ രോഹിത്ത് റൂമിലിരിക്കുന്ന സമയത്തായിരുന്നു. ആ സമയം അലീന മോളിൽ നിന്ന് ചെന്ന് രോഹിത്തുമായിട്ട് സംസാരിക്കണം. മോനെ എന്തെയും വിഷമിക്കേണ്ട, അയാളിപ്പോൾ നിന്നെ കോളേജിലോട്ട് കയറ്റില്ല, സാരമില്ല, നമ്മുടെ എന്ത് ചെയ്യാൻ, അച്ഛൻ പറ്റുന്നിടത്തോളം മാക്സിമം സംസാരിച്ചല്ലോ. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, അത് സാരമില്ല അലീന ചേച്ചി, കാരണം എൻ്റെ ഭാഗത്തുള്ള തെറ്റാണല്ലോ. കാരണം അവരുടെ കോളേജിലും മറ്റും കുട്ടികൾക്ക് അവരുടേതായിട്ട് ഭാവിക്ക് ചിലപ്പോൾ ഒരു മോശം വരും എന്നുള്ളത് കൊണ്ടായിരിക്കും, സാരമില്ല. അപ്പോൾ അലീന പറഞ്ഞു, നീ ഒന്നിനോടും ഒരു നെഗറ്റീവ് കാണിക്കില്ലേ മോനെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അത് നേരിടാനുള്ള ഒരു കഴിവ് മനസ്സും നിനക്കുണ്ടാവണം. നീ തെറ്റ് ചെയ്തിട്ടില്ല, സമൂഹത്തിൽ നീ തല ഉയർത്തി തന്നെ നിൽക്കണം. നീ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നീ ഇന്ന് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ഒരു വർഷം നീ നഷ്ടപ്പെടുത്തുകയൊന്നുമില്ല. നിൻ്റെ സുഹൃത്തുക്കളെ ഒക്കെ വിളിക്കുമ്പോൾ നീ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എക്സാം വരുമ്പോൾ നമുക്ക് TC മേടിച്ച് വേറൊരു കോളേജിലാണെങ്കിൽ പോയി ചേരാലോ. അതുകൊണ്ട് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് പറയാണ്. സാരമില്ല അനി ചേച്ചി എന്ന് നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്. പക്ഷേ അലീന എങ്കിലും അവനെ പറഞ്ഞൊരു ആത്മധൈര്യമൊക്കെ കൊടുത്തു. നമ്മൾ രോഹിത്തിനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശരണ്യയും അമ്മയും ഷായി ചേട്ടനും കൂടെ വരുന്നത്. അപ്പോൾ അലീന റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷായി ചേട്ടൻ പറഞ്ഞു, അതേ വീടെത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി അലീനയെ കാണാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ധൈര്യത്തോടു കൂടി നമുക്ക് പോകാൻ, കാണാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് ഇതേ ഓട്ടോയിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഷായി ചേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ശരണ്യയും മുഖമൊക്കെ വാടിപ്പോയി. അപ്പോൾ ഷായി ചേട്ടൻ ചെന്ന് നേരെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ അലീന കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ രോഹിത്ത് വന്നിട്ട് ഡോറ് തുറക്കാനായിട്ട് ഇങ്ങനെ വന്നു. ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്നതും നമ്മുടെ രോഹിത്ത് കാണുന്നത് ഷായി ചേട്ടനെ, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ശരണ്യ, അടുത്ത അമ്മ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്തിനെ കണ്ടപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം തെറ്റ് ചെയ്യാത്ത ഒരു പയ്യനായിട്ടും അവൻ്റെ പേരും കൂടെ ചേർക്കാൻ ശരണ്യ നിർബന്ധിച്ച ആ ഒരു മനസാക്ഷി കുറ്റബോധം മനസ്സിലായില്ലേ. അന്ന് ശരണ്യനെ ഒരുപാട് വഴക്ക് പറയുകയും അവൻ്റെ പേരും കൂടെ നീ പറയണോ എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചതാണ്. പക്ഷേ നിരപരാധിയായിരുന്നു നമ്മുടെ രോഹിത്. കാരണം അത് ശരണ്യ പറഞ്ഞതിൻ്റെ പേരിൽ ശരണ്യ ഒരുപാട് പേരുടെ വായിലിരിക്കുന്ന ആ കുറ്റപ്പെടുത്തലൊക്കെ കേട്ടതാണ്. ആ ഒരു ബുദ്ധിമുട്ട് ശരണ്യയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു. ശരണ്യ എവിടെ നിന്നാണ് അറിയില്ല, ഒരു ധൈര്യത്തോടു കൂടി രോഹിത്തിന് ശരണ്യനെ കണ്ടിട്ട് ഇങ്ങനെ
ഉറച്ച് നിൽക്കുകയായിരുന്നു. കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ട് രോഹിത്തിൻ്റെ തലയിലൊക്കെ എന്തോ വല്ലാത്തൊരു പെരുപ്പ് കയറുമ്പോൾ, കാരണം ആ ഒരു ദിവസം അന്ന് സംഭവം നടന്നത്, ആ ഒരു പീഡനം നടന്ന ആ സിറ്റുവേഷൻ, അതൊക്കെ ഇങ്ങനെ രോഹിത്തിൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ കിടന്ന് ഓട്ടം. രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഒന്നും മിണ്ടാൻ പോലും പറ്റാണ്ടായിപ്പോയി. ആ സമയം ശരണ്യ ധൈര്യം സംഭരിച്ച്, എന്നെ മനസ്സിലായോ രോഹിത്തേട്ടാ, ഞാൻ ശരണ്യാണെന്ന് പറയുന്നുണ്ട്. രോഹിത് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ശരണ്യ അമ്മ രോഹിത്തിനെ നോക്കി ഇങ്ങനെ ശരണ്യയുടെ പുറകിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ശരണ്യയുടെ അമ്മ ഉണ്ട്. പിന്നെ ഒടുവിൽ രോഹിത്തിന് എവിടുന്ന അറിയില്ല, രോഹിത്ത് എന്തോ ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം വന്ന്, രോഹിത്ത് എനിക്ക് മനസ്സിലായി, അകത്തോട്ട് കയറുക, എല്ലാവരും ഇരിക്കുക എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ശരണ്യ അകത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ അമ്മയാണ്, ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഷായിച്ചേട്ടനാണ്. അപ്പോൾ ഷായിച്ചേട്ട ഇവിടെ വന്നിട്ടുണ്ട്, അലീന ചേച്ചിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രോഹിത്തേട്ട. അപ്പോൾ അലീന ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കാണാൻ വന്നതെന്ന് പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, ഇരിക്കും, ഞാൻ അലീന ചേച്ചി വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്ത് വല്ലാത്തൊരു വിറയിൽ ഒരു എന്തോ പറയുന്ന, നമുക്ക് ടെൻഷൻ കൂടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാറില്ല, ആ ഒരു മൈൻഡിലായിരുന്നു രോഹിത്തിന്. ശരണ്യ പെട്ടെന്ന് ഫേസ് ചെയ്ത് പ്രതീക്ഷിച്ച ശരണ്യ അങ്ങനെ പെട്ടെന്ന് കണ്ട ഒരു ഷോക്ക് ഉണ്ടല്ലോ, അതായിരുന്നു രോഹിത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ രോഹിത്ത് ചെന്ന് നേരെ അലീനെ അടുത്ത് പറഞ്ഞു, അലീന ചേച്ചി കാണാൻ എൻ്റെ 1-2 പേര് വന്നിട്ടുണ്ട്. അതാരാടാ എന്നെ കാണാൻ വേണ്ടി 1-2 പേര് വന്നു എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു കേട്ടോ. കാരണം അലീനയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കാനൊക്കെ ചെറിയ അസൗകര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ രോഹിത് ചെന്നിട്ട് പറഞ്ഞു, അലീന ചേച്ചി ആ റൂമിലുണ്ട്, പൊക്കോ അങ്ങോട്ട് പോയി കണ്ടോ എന്ന് പറയണം. അങ്ങനെ ശരണ്യ അലീന റൂമിലേക്ക് ചെന്ന അലീന അന്തം വിടുക. കാരണം നമ്മുടെ ശരണ്യ ഫോൺ വിളിച്ചായിരുന്നു വരണ്ട എന്നൊക്കെ പറഞ്ഞു വെച്ച ആളാ കയറി വന്ന കണ്ടത്. ശരണ്യയ്ക്ക് ഒരു വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെ ആയിരുന്നു. ഓടിച്ചെന്ന് കുഞ്ഞു കുട്ടികളെ പോലെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കരയാണ്, അതോ സംസാരിക്കുകയാണോ ചിരിക്കുകയാണോ ഒരു പിടുത്തവും ഇല്ല. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കുകയാണ്. എൻ്റെ അലീന ചോദിച്ച്, എന്താടി മോളെ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പനിയാണ് മോളെ, നീ ഇങ്ങോട്ടൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് അലീന ശരണ്യോട് ചോദിക്കുക. പിന്നെ ഇങ്ങോട്ട് വരണ്ടെന്നോ? അപ്പോൾ പറഞ്ഞു, അതെ, എന്നെ കേട്ടെ, ചിലപ്പോൾ നിനക്ക് പനി വരും, വൈറൽ പനി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അലീന. അത് അലീന ചേച്ചിക്ക് പനിയാണെങ്കിൽ എനിക്കും കൂടി അങ്ങ് വന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന കുറേ അങ്ങോട്ട് പുന്നരിക്കുകയാണ്. അപ്പോൾ അലീന അതുപോലെ തന്നെ ശരണ്യ കുട്ടീനെ ഒരു കുഞ്ഞിനെ പോലെ പുന്നരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ നിന്നപ്പോൾ ശരണ്യ പറഞ്ഞു, അതെ, എൻ്റെ അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, നീ ഇങ്ങനെ എങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുക. അത് ഞാൻ രണ്ടുപേരും കൂടെ ഷായിച്ചേട്ടൻ്റെ ഓട്ടോയിൽ വന്നു. എന്നിട്ട് അവരൊക്കെ എല്ലാവരും അവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ വിശേഷങ്ങൾ ഒക്കെ ശരണ്യ അലീനയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരണ്യ അമ്മ അലീനയുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. എൻ്റെ മോളെ എങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന വിശേഷങ്ങളൊക്കെ ശരണ്യയുടെ അടുത്ത് പറയുകയാണ്. ഇവിടെ എന്നെ എനിക്ക് നല്ല റെസ്റ്റാണ്. എൻ്റെ 3 പേരും, എൻ്റെ അനിയനും അതുപോലെ 2 അനിയത്തിമാരും ഒക്കെ മാറി എന്നെ സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന വിശേഷങ്ങളൊക്കെ ശരണ്യ അടുത്ത് പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ഐജ നോക്കുമ്പോൾ ആരൊക്കെ ഹോളിൽ വന്നിട്ടുണ്ടല്ലോ. ഒരു കോളിംഗ് ബെല്ലിൻ്റെ ഒച്ചയും കേട്ടു. ഇനി എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആരാണെന്നൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടി വിളിച്ചായിരുന്നു നമ്മുടെ അലീനയെ കുറിച്ച് കുറേ മുന്നേ ആയിട്ട്. അപ്പോൾ രേവതി കുട്ടിയും മാമച്ചനും എല്ലാവരും കൂടെ ആയിട്ട് വീണ്ടും അലീനയെ കാണാൻ വേണ്ടിയിട്ട് ആ ടീമും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണാൻ വേണ്ടി ബന്ധുക്കളൊക്കെ കളിയാണ്. സത്യം പറഞ്ഞാൽ അലീനയ്ക്ക് ഇപ്പോൾ ആരൊക്കെയാണ് ഒരു ജീവിച്ചാൽ തന്നെ ഇപ്പോൾ ആരൊക്കെയാണ് ഒരു സഹോദരൻ, ഒരു സഹോദരി, 2 സഹോദരിമാരെ, പിന്നെ അച്ഛൻ, പിന്നെ എന്തോ അനിയത്തിമാരെ, രേവതിക്കുട്ടി, ശരണ്യ, എല്ലാവരും ഉണ്ട്. നീണ്ട ഒരു നിരയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി വരുന്ന വിശേഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മനു വിളിക്കുന്നുണ്ട്. നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് പനിയൊക്കെ കുറഞ്ഞ് എങ്ങനെയുണ്ട്, നല്ല പരമാനന്ദ സുഖം മനുവേട്ട എന്നോ നോക്കാം, ഇവിടെ എത്ര പേരാ
എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ രോഗം മാറണ്ട എന്നൊക്കെ തോന്നുകയാണ് അലീന പറയുക. കാരണം എൻ്റെ കൂടപ്പിറപ്പുകളുടെ സ്നേഹവും ഒരു ലാളനയും ഒക്കെ എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സമയം നമ്മുടെ കമലക്കാണെങ്കിൽ ടെൻഷൻ കൂടിയിട്ട് വയ്യായിരുന്നു. കാരണം രോഹിത് ഇറങ്ങി പുറത്ത്, പിന്നെ മറ്റ് 2 പ്രതികളും ഇറങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കമലയുടെ മകൻ ഹരി മാത്രമാണ് ജയിലിൽ 1ാം പ്രതിയും ഇതിലൊരു ആസൂത്രക്കാരും ഒക്കെയാണ് നമ്മുടെ ഹരിശങ്കരൻ. അപ്പോൾ എൻ്റെ മകൻ മാത്രം ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് ശിവശങ്കരൻ അടുത്ത് ചെന്ന പരാതിയും സങ്കടവും നിങ്ങൾ ഒരാളെ അലീനയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയും, അവളെ നമ്മുടെ ഹരിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കമല കിടന്ന ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ നിവർത്തികെട്ട് നമ്മുടെ ശിവശങ്കരൻ ചെന്ന് നമ്മുടെ മനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അലീന ആയിട്ട് ഒന്ന് സംസാരിക്കണം മോനെ, നീയെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്കിടെ ഹരിക്ക് രക്ഷപ്പെടാൻ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ പറയുന്നുണ്ട്. അപ്പോഴും അനു പറഞ്ഞു, അച്ഛ അമ്മ പറയുന്നത് അത് അങ്ങനെ അങ്ങ് പറയൂ. പക്ഷെ അച്ഛൻ പറയുമ്പോൾ അച്ഛ അത് മനസ്സിലായിട്ടില്ല. വേണ്ട അലീന, കുറച്ച് അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. കാരണം ഹരി എന്ന് പറയുന്നത് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇതിൻ്റെയൊക്കെ ആസൂത്രണം കൂടെയാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഒരു വാക്ക്, ഹരിക്ക് വേണ്ടിയിട്ട് അലീന ഒരു വാക്ക് പോലും ശരണ്യ അടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്.